എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കും സ്മാർട്ട് ഫോണുകൾക്കുമൊക്കെ ജീവൻ കൊടുക്കുന്ന ആ ഒരു മാന്ത്രിക ശക്തിയുണ്ടല്ലോ, അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ. നമുക്ക് തുടങ്ങാം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ആപ്പ് തുറക്കുന്നു, ഒരു ഫയല് സേവ് ചെയ്യുന്നു, ഇന്റർനെറ്റ് നോക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഈ വലിയൊരു ഓർക്കസ്ട്രയെ നിയന്ത്രിക്കുന്ന കണ്ടക്ടർ ആരാണ്? അതിനൊരു ഉത്തരമേ ഉള്ളൂ: ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ സ്നേഹത്തോടെ OS എന്ന് വിളിക്കും. ചുരുക്കി പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ഈ ആളാണ്, ദി അൾട്ടിമേറ്റ് റിസോഴ്സ് മാനേജർ. അതെ, ഒരു കമ്പ്യൂട്ടറിന്റെ ഗവൺമെന്റ് എന്ന് തന്നെ പറയാം. ആ ഒരു ഉപമ ഇവിടെ വളരെ ശരിയാണ്. ഒരു ഗവൺമെന്റ് എങ്ങനെയാണോ ഒരു രാജ്യത്തെ വിഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിന്റെ CPU, മെമ്മറി, ഹാർഡ് ഡിസ്ക്, എന്തിന് നമ്മുടെ മൗസ് വരെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ഒന്ന് ഓർത്തുനോക്കൂ, ഈ OS ഇല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ എന്താവും? ഒന്നുമില്ല, വെറുമൊരു ഉപയോഗമില്ലാത്ത പെട്ടി മാത്രം. സത്യം പറഞ്ഞാലേ OS ഒരു സൂപ്പർ ഹീറോ തന്നെയാണ്. ഒരേ സമയം ഒരുപാട് ജോലികളാണ് ചെയ്യുന്നത്. ഏതൊക്കെ പ്രോഗ്രാം ഓടണം, ഓരോന്നിനും എത്ര മെമ്മറി കൊടുക്കണം, ഫയലുകളൊക്കെ എവിടെ സേവ് ചെയ്യണം, നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നതും മൗസ് ക്ലിക്ക് ചെയ്യുന്നതുമൊക്കെ എന്ത് ചെയ്യണം, പിന്നെ സിസ്റ്റം മൊത്തത്തിൽ സുരക്ഷിതമായി നോക്കണം. ഇതെല്ലാം OSന്റെ തലയിലുള്ള പണിയാണ്. ശരി, ഇനി നമുക്ക് ഈ OSന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, OSന്റെ ഹൃദയം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്നൊരാളുണ്ട്: കേണൽ. നമുക്ക് കേണലിനെ ഒന്ന് പരിചയപ്പെടാം. അതെ, ഒരു സീക്രട്ട് സർവീസ്. ആ പേര് കേണലിന് കറക്റ്റാണ്. കാരണം ഹാർഡ്വെയറുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരേ ഒരാൾ ഈ കേണലാണ്. നമ്മുടെ ഒരു ആപ്ലിക്കേഷനും, അത് വാട്സാപ്പ് ആയാലും ക്രോം ആയാലും, കേണലിന്റെ അനുവാദമില്ലാതെ ഹാർഡ്വെയറിനെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് കർശനമായ നിയന്ത്രണമാണ്. ഈയൊരു സെക്യൂരിറ്റിയാണ് നമ്മുടെ സിസ്റ്റത്തെ ക്രാഷ് ആവാതെ നോക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം വരുന്നത്: ഈ ഡ്യുവൽ മോഡ് ഓപ്പറേഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകളും, അതായത് ബ്രൗസർ, ഗെയിംസൊക്കെ യൂസർ മോഡ് എന്നൊരു സേഫ് സോണിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ OSന്റെ ബോസായ കേണൽ മോഡ് എന്നൊരു VIP ഏരിയയിലും. ഈ വേർതിരിവ് എന്തിനാണെന്നറിയാമോ? നമ്മൾ കളിക്കുന്ന ഒരു ഗെയിം പെട്ടെന്ന് ക്രാഷ് ആയാലും സിസ്റ്റം മൊത്തത്തിൽ അടിച്ചു പോകാതെ സംരക്ഷിക്കുന്നത് ഈ ഒരു വേർതിരിവാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. അപ്പോൾ ഒരു ചോദ്യം വരും, അല്ലേ? യൂസർ മോഡിലുള്ള ഒരു ആപ്പിന് ഒരു ഫയൽ സേവ് ചെയ്യണം, അതിന് ഹാർഡ് ഡിസ്ക് വേണം. അതെങ്ങനെ നടക്കും? വെരി സിമ്പിൾ. ആപ്പ് കേണലിനോട് ഔദ്യോഗികമായി ഒരു സഹായം ചോദിക്കും. ഈ ഒരു അഭ്യർത്ഥനയാണ് നമ്മൾ സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ഇതൊരു തരം പാസ് പോലെയാണ്. സിസ്റ്റം കോൾ വരുമ്പോൾ CPU യൂസർ മോഡിൽ നിന്ന് നേരെ കേണൽ മോഡിലേക്ക് ചാടും, ആ ജോലി ചെയ്തു കൊടുക്കും, എന്നിട്ട് തിരിച്ച് യൂസർ മോഡിലേക്ക് തന്നെ വരും. യൂസർ മോഡും കേണൽ മോഡും തമ്മിലുള്ള ഒരു സുരക്ഷിതമായ പാലം, അതാണ് സിസ്റ്റം കോൾ. അപ്പോൾ ഈ കേണലുകൾ തന്നെ പല തരത്തിലുണ്ട് കേട്ടോ. ലിനക്സ് ഉപയോഗിക്കുന്നത് മോണോലിത്തിക് കേണൽ എന്നൊരു ഡിസൈനാണ്. ഇതിന്റെ പ്രധാന ഗുണമെന്താണെന്ന് വെച്ചാൽ സ്പീഡാണ്. ഭയങ്കര വേഗതയായിരിക്കും. കാരണം എല്ലാ പ്രധാനപ്പെട്ട സേവനങ്ങളും ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ എളുപ്പമല്ലേ? പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ആരെങ്കിലും ഒരാൾക്കൊരു കുഴപ്പം പറ്റിയാൽ ചിലപ്പോൾ സിസ്റ്റം മൊത്തത്തിൽ പണിമുടക്കും. എന്നാലും ഈ ഒരു സ്പീഡ് തന്നെയാണ് ലിനക്സിനെ ഇത്രയധികം പോപ്പുലറാക്കിയതിലെ ഒരു പ്രധാന കാരണം. ശരി, ഇതുവരെ നമ്മൾ സംസാരിച്ചത് സിസ്റ്റത്തിന്റെ ഒരു ഘടനയെക്കുറിച്ചാണ്. ഇനി നമുക്ക് ആ സിസ്റ്റത്തിനുള്ളിലെ ജീവനുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളെക്കുറിച്ച്. ടെക്നിക്കലായി പറഞ്ഞാൽ പ്രോസസ്സുകളെക്കുറിച്ച്. പ്രോഗ്രാമും പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലിരിക്കുന്ന ഒരു ഗെയിമിൻ്റെ ഐക്കണുണ്ടല്ലോ, അതൊരു പ്രോഗ്രാമാണ്. അതവിടെ വെറുതെ ഇരിക്കുകയാണ്, ഒരു ആക്ഷനുമില്ല. പക്ഷേ നിങ്ങളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിലെ മെമ്മറിയിലേക്ക് എടുത്തിട്ട് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. ആ നിമിഷം അതൊരു പ്രോസസ്സായി മാറുന്നു. അതായത് ഒരു ആക്റ്റീവായ ജീവനുള്ളൊരു എൻറ്റിറ്റി. ഓരോ പ്രോസസ്സിനും ഒരു ജീവിതചക്രമുണ്ട്, ഒരു മനുഷ്യനെപ്പോലെ തന്നെ. അത് ആദ്യം ജനിക്കുന്നു, അതാണ് ന്യൂ സ്റ്റേറ്റ്. പിന്നെ CPUവിൽ പ്രവർത്തിക്കാനുള്ള തന്റെ അവസരത്തിനായി കാത്തിരിക്കുന്നു, അതാണ് റെഡി സ്റ്റേറ്റ്. അവസരം കിട്ടുമ്പോൾ CPUവിൽ കയറി ജോലി ചെയ്യുന്നു, അതാണ് റണ്ണിംഗ്. ചിലപ്പോൾ കീബോർഡിൽ നിന്ന് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും, അതാണ് വെയിറ്റിംഗ്. അവസാനം അതിന്റെ ജോലി പൂർത്തിയാക്കി മടങ്ങുന്നു, അതാണ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ കേണൽ എങ്ങനെയാണ് ഒരേ സമയം നൂറുകണക്കിന് പ്രോസസ്സുകളെ മാനേജ് ചെയ്യുന്നത്? ഓരോന്നിൻ്റെയും കാര്യം എങ്ങനെ ഓർപ്പുവയ്ക്കും? അതിനൊരു വഴിയുണ്ട്. ഓരോ പ്രോസസ്സിനും ഒരു പാസ്പോർട്ട് അല്ലെങ്കിൽ ഒരു ID കാർഡ് പോലൊരു സാധനമുണ്ട്. അതിനെയാണ് നമ്മൾ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് അഥവാ PCB എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെക്കുറിച്ചുള്ള A to Z വിവരങ്ങൾ ഈ PCBയിലുണ്ടാകും. അതിൻ്റെ പേര്, നമ്പർ, ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണ്, എവിടെയാണ് മെമ്മറി, എല്ലാം. ലിനക്സിൽ ഇതിനെ ടാസ്ക് സ്ട്രക്ട് എന്നാണ് വിളിക്കുന്നത്.
പ്രത്യേകിച്ച് ലിനക്സ് പോലുള്ള സിസ്റ്റങ്ങളിൽ ഒരു പുതിയ പ്രോസസ്സ് ഉണ്ടാകുന്നത് രസകരമായ ഒരു രീതിയിലാണ്. ഒരു 3 സ്റ്റെപ്പുള്ളൊരു പ്രോസസ്സാണത്. ആദ്യം ഫോർക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉപയോഗിച്ച് നിലവിലുള്ള പ്രോസസ്സ് അതിൻ്റെ തന്നെ ഒരു കോപ്പി, ഒരു ക്ലോൺ ഉണ്ടാക്കും. ഇതിനെ നമ്മൾ ചൈൽഡ് പ്രോസസ്സ് എന്ന് വിളിക്കും. രണ്ടാമതായി എക്സെക് എന്ന കമാൻഡ് ഉപയോഗിച്ച് ഈ പുതിയ ചൈൽഡ് പ്രോസസ്സ് അതിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാമിനെ മാറ്റി ഒരു പുതിയ പ്രോഗ്രാമായി മാറും. അവസാനം വെയിറ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ച് പാരന്റ് പ്രോസസ്സ് ഈ ചൈൽഡ് പ്രോസസ്സ് അതിൻ്റെ ജോലി തീർക്കുന്നതുവരെ കാത്തിരിക്കും. ഇനി ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരേ സമയം പല ജോലികൾ ചെയ്യണമെങ്കിലോ? അവിടെയാണ് ത്രെഡ് എന്ന ആശയം വരുന്നത്. ത്രെഡുകളെ നമുക്ക് ലൈറ്റ് വെയ്റ്റ് പ്രോസസ്സ് എന്ന് വിളിക്കാം. ഒരു പ്രോസസ്സ് ഒരു വലിയ വീടാണെന്ന് സങ്കൽപ്പിക്കുക. ആ വീട്ടിലെ ഓരോ അംഗങ്ങളെയും പോലെയാണ് ത്രെഡുകൾ. അവരെല്ലാം ഒരേ വീടും അതിൽ സൗകര്യങ്ങളും പങ്കുവയ്ക്കുന്നു. പക്ഷേ ഓരോരുത്തരും അവരവരുടെ ജോലികൾ ഒരേ സമയം ചെയ്യുന്നു. ഏറ്റവും നല്ല ഉദാഹരണം, നമ്മളൊരു വേഡ് ഡോക്യുമെന്റിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പിംഗ് ഒരു ത്രെഡാണ് ചെയ്യുന്നത്. അതേസമയം ബാക്ക്ഗ്രൗണ്ടിൽ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുന്നത് വേറൊരു ത്രെഡും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ആപ്പുകൾക്ക് ഇത്രയും റെസ്പോൺസീവ് ആയിരിക്കാൻ പറ്റുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു CPU അല്ലേ ഉള്ളൂ. എന്നിട്ടും എങ്ങനെയാണ് ഒരേ സമയം പാട്ട് കേൾക്കാനും ബ്രൗസ് ചെയ്യാനും ഫയൽ ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നത്? ഇതിന് പിന്നിലുള്ള മാന്ത്രിക വിദ്യയാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ച്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിനെ കുറച്ചുനേരം പ്രവർത്തിപ്പിക്കും. എന്നിട്ട് അതിനെ അവിടെ നിർത്തിയിട്ട് അടുത്ത പ്രോസസ്സിനെ എടുക്കും. ഇത് മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ മാറി മാറി ചെയ്യും. ഈ സ്വിച്ചിങ് ഇത്രയും വേഗതയിലായതുകൊണ്ട് നമുക്ക് തോന്നുന്നത് എല്ലാം ഒരുമിച്ചാണ് നടക്കുന്നതെന്നാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഓരോ തവണ ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോഴും കുറച്ച് സമയം നഷ്ടപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ ഓവർഹെഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു CPU ഉണ്ട്, പക്ഷെ പ്രവർത്തിക്കാൻ റെഡിയായിട്ടൊരു 10-15 പ്രോസസ്സുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. ഇതിൽ ആർക്കാണ് അടുത്തതായി CPU കൊടുക്കേണ്ടത്? ഈ ഒരു സുപ്രധാനമായ തീരുമാനമെടുക്കുന്ന ജോലിയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഷെഡ്യൂളറുടെ തലവേദന എന്താണെന്ന് വെച്ചാൽ, ഈ ക്യൂവിൽ നിൽക്കുന്ന പ്രോസസ്സുകൾ 2 തരക്കാരുണ്ട്. ഒന്ന് IO ബൗണ്ട് പ്രോസസ്സുകൾ. ഉദാഹരണത്തിന് ടെക്സ്റ്റ് എഡിറ്റർ. അത് നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും, പക്ഷേ ടൈപ്പ് ചെയ്താൽ ഉടനെ സ്ക്രീനിൽ കാണിക്കണം. രണ്ടാമത്തെ കൂട്ടർ CPU ബൗണ്ട് പ്രോസസ്സുകളാണ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പോലെ. അത് മണിക്കൂറുകളോളം CPUവിനെ ഫുള്ളായി ഉപയോഗിക്കും. അപ്പോൾ ഈ 2 കൂട്ടരെയും ഒരുപോലെ സന്തോഷിപ്പിക്കണം. അതാണ് ഷെഡ്യൂളറുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ലിനക്സ് ഈ പ്രശ്നത്തെ നേരിടാൻ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് കംപ്ലീറ്റ്ലി ഫെയർ ഷെഡ്യൂളർ, അല്ലെങ്കിൽ CFS. പേര് പോലെ തന്നെ അതിൻ്റെ ലക്ഷ്യം ഒന്നേയുള്ളൂ: എല്ലാവർക്കും നീതി. ഒരു പ്രോസസ്സിനും പ്രത്യേക പരിഗണനയില്ല. ഓരോരുത്തർക്കും CPU സമയം ന്യായമായി വീതിച്ചു കൊടുക്കുക. ഒരു ഐഡിയൽ പെർഫെക്റ്റ് മൾട്ടി ടാസ്കിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കുമോ അതുപോലെ പ്രവർത്തിക്കാനാണ് CFS ശ്രമിക്കുന്നത്. ഇതുകൊണ്ടാണ് ലിനക്സ് സിസ്റ്റങ്ങൾ പൊതുവെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കഥയെല്ലാം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിന്റെ പവർ ബട്ടൺ അമർത്തുന്ന ആ നിമിഷം മുതൽ. ആദ്യം ബയോസ് അല്ലെങ്കിൽ UEFI എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണർന്ന് ഹാർഡ്വെയറൊക്കെ ശരിയാണോ എന്ന് നോക്കും. എന്നിട്ട് അത് ബൂട്ട് ലോഡറിനെ കണ്ടെത്തും. ഈ ബൂട്ട് ലോഡറാണ് നമ്മുടെ കേർണലിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. കേർണൽ ഉണർന്നു കഴിഞ്ഞാൽ അത് ഹാർഡ്വെയറിനെയൊക്കെ റെഡിയാക്കിയിട്ട് ഇനിറ്റ് അല്ലെങ്കിൽ സിസ്റ്റം ഡി എന്ന ആദ്യത്തെ പ്രോസസ്സിനെ സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്നാണ് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകളും തുടങ്ങി നമ്മുടെ ഡെസ്ക്ടോപ്പ് സ്ക്രീനിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഒന്നുകൂടി ചുരുക്കി പറയാം. റെഡിയല്ലേ? ഈ 5 കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. ഈ മൊഡ്യൂളിലെ പ്രധാന ആശയങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കും. ഒന്നാമത്തേത്, OS ഒരു റിസോഴ്സ് മാനേജറാണ്. രണ്ടാമത്, കേർണലാണ് സിസ്റ്റത്തിന്റെ ഹൃദയം. അത് യൂസർ കേർണൽ മോഡുകൾ ഉപയോഗിച്ച് സിസ്റ്റത്തെ സംരക്ഷിക്കുന്നു. മൂന്നാമത്, പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പ്രോസസ്സ്. അതിനെ കേർണൽ PCB വെച്ച് മാനേജ് ചെയ്യും. നാലാമത്, ഫോർക്ക് എക്സെക് ഉപയോഗിച്ചാണ് പുതിയ പ്രോസസ്സുകൾ ഉണ്ടാകുന്നത്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് വഴിയാണ് CPU എല്ലാവർക്കും കിട്ടുന്നത്. അവസാനമായി 5ാമത്തേത്, ഷെഡ്യൂളറാണ് അടുത്തതാര് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത്. സിമ്പിളല്ലേ? ഇനി കുറച്ച് പരീക്ഷാ ചോദ്യങ്ങൾ നോക്കാം. ആദ്യം 3 മാർക്കിന്റെ കുറച്ച് ചോദ്യങ്ങൾ. ഇവയുടെ ഉത്തരം നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ. വേണമെങ്കിൽ ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കാം. പ്രോഗ്രാമും പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിസ്റ്റം കോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നാൽ എന്താണ്? ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി കുറച്ചുകൂടി വിശദമായി ഉത്തരമെഴുതേണ്ട 9 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. ഒരു പ്രോസസ്സിന്റെ വിവിധ സ്റ്റേറ്റുകൾ ഒരു ഡയഗ്രം വെച്ച് വിശദീകരിക്കാമോ? പിന്നെ ഫോർക്ക്, എക്സെക്, സിസ്റ്റം കോളുകൾ ഉപയോഗിച്ച് എങ്ങനെയാണൊരു പ്രോസസ്സ് ഉണ്ടാകുന്നതെന്ന് വിവരിക്കാമോ? ഈ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൊഡ്യൂൾ നന്നായി പഠിച്ചുവെന്നുറപ്പിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ അടിസ്ഥാന ആശയങ്ങൾ. അടുത്തൊരു അധ്യായമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.